കുട്ടിക്കാലം മുതൽ റാം എന്ന പയ്യനെ ഒൺസൈഡായിട്ട് പ്രണയിക്കുന്ന ലീലാവതി എന്ന പെൺകുട്ടി വലുതാകുന്ന സമയത്ത് തന്റെ പ്രണയം അറിയിക്കുകയും രണ്ടുപേരും വിവാഹം കഴിക്കുകയും ചെയ്തു. ആദ്യമൊക്കെ അവരുടെ വിവാഹ ജീവിതം സന്തോഷം നിറഞ്ഞതായിരുന്നു. ഒരു വർഷമൊക്കെ അങ്ങനെ അങ്ങ് പോയി. എന്നാൽ ഒരു വർഷം കഴിഞ്ഞതും ലീലാവതി തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ തിരഞ്ഞെടുക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരു ഡയറക്ടർ ആകണം, സിനിമ ഷൂട്ട് ചെയ്യണം. ഇതായിരുന്നു ലീലാവതിയുടെ ലക്ഷ്യം. അവൾ വിചാരിച്ചതുപോലെ തന്നെ അവൾ ഒരു ഫേമസ് ഡയറക്ടറായി. ആദ്യം അവൾ ഡയറക്റ്റ് ചെയ്ത സിനിമ തന്നെ ഹിറ്റാവുകയാണ്. അതോടെ ലീലാവതി വല്ലാതെ തിരക്കിലുമായി. റാമുമായിട്ടൊന്ന് സംസാരിക്കുവാനോ സമയം ചിലവഴിക്കുവാനോ ഒന്നും ലീലാവതിയെ കിട്ടുന്നതേയില്ല. അതിൽ മനമെടുത്ത റാം ലീലാവതിയുമായിട്ട് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതി അവളുമായിട്ടുള്ള ജീവിതം ഉപേക്ഷിക്കുവാനായും തീരുമാനിച്ചു. വീട്ടിലേക്ക് എത്തുന്ന ലീലാവതി കാണുന്നത് റാമാണെങ്കിൽ തന്റെ സാധനങ്ങളെല്ലാം പെറുക്കി വീട്ടിൽ നിന്ന് പോകുവാനായി ഒരുങ്ങുന്നതാണ്. മാത്രവുമല്ല തനിക്ക് ഡിവോഴ്സ് വേണമെന്നും ആവശ്യപ്പെടുന്നു. എന്നാൽ അത് കേൾക്കുന്ന ലീലാവതി, ആരാ അവൾ, ഏവളുമായിട്ടാ നിനക്ക് പ്രണയമെന്ന് ചോദിക്കുന്നു. ലീലാവതിയുടെ ചോദ്യത്തിന് നിക്കോള എന്ന പെൺകുട്ടി തന്റെ ജീവിതത്തിലേക്ക് വന്നെന്നും അവൾ തന്നെ ഒരുപാട് കെയർ ചെയ്യുമെന്നും ലീലാവതി കൊടുക്കാത്ത സ്നേഹമെല്ലാം അവൾ തരുമെന്നും റാം പറയുന്നു. അവളുമായിട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഡിവോഴ്സ് ആവശ്യപ്പെടുന്നത്. എന്നാൽ അത് കേൾക്കുന്ന ലീലാവതിക്ക് വല്ലാതെ ദേഷ്യം വരികയും തന്റെ ഭർത്താവാണെന്ന് പോലും നോക്കാതെ അവനെ അടിച്ചവിടെ കെട്ടിയിടുകയാണ് ചെയ്തത്. പിന്നീട് നടന്നത് രസകരമായ കാര്യങ്ങളായിരുന്നു. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ വീഡിയോ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടേ, കാണാൻ മറക്കരുതേ.